ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് മലപ്പുറം ശ്രീ തിരുവരാന്തക ക്ഷേത്രത്തിൽ നിന്ന് നടക്കുന്ന വമ്പിച്ച ഘോഷയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം വർണ്ണവിപുലമായ ഘോഷയാത്ര നടക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ മുൻഭാഗം ഇത് ഏകദേശം ഫുള്ള് സജീവമാക്കി റെഡിയാക്കി നിന്നിട്ടുണ്ട്. കൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഘോഷയാത്ര ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം, ത്രിപുരാന്തക ക്ഷേത്രം, മലപ്പുറം. ഇത് ആളുകളൊക്കെ അങ്ങനെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. കണ്ണൻ്റെ വേഷം കിട്ടിയ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടോയ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് റെഡി ആയിട്ട്. അപ്പോൾ ഇതിവിടെയാണ് കൃഷ്ണന്മാരും രാധകളൊക്കെ റെഡിയായി നിൽക്കുന്നത്. ഇവരെന്തോ ഒരു പ്ലാനിങ് ചെയ്യുന്നുണ്ട്, എങ്ങനെ പോകണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു പ്ലാനിങ് ആണ് ഇവിടെ വെച്ചിട്ട് ചെയ്യണത്. കാരണം റോഡിൽ കൂടെ പോകാനുള്ളത് ഘോഷയാത്ര ആയതുകൊണ്ട്. ഈ ശോഭായാത്ര ഭംഗിയാക്കുന്നതിന് ഏറ്റവും പ്രമുഖ പങ്ക് വഹിക്കേണ്ടവരാണ് അവർ. ആ ഉത്തരവാദിത്വം കാത്തിരിക്കണം എന്നുള്ളത് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും മുമ്പിൽ അനൗൺസ്മെന്റ് വാഹനമാവും പോകുന്നുണ്ടാവും. അതിന് തൊട്ട് പിന്നിലായിട്ട് അതിന് ഇതൊക്കെയാണ് നമ്മുടെ ഘോഷയാത്രയ്ക്കുള്ള വണ്ടികൾ, രഥം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ വണ്ടിയായിരിക്കും ഓരോരോ ഘട്ടങ്ങളിലായിട്ട് മുന്നിലോട്ട് പോകുക എന്നുള്ളതാണ് അവരെല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം രഥം പോകും, അതിൻ്റെ അനൗൺസ്മെൻറ്റ് വണ്ടി പോകും, അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കൃഷ്ണന്മാരൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഘോഷയാത്ര ഏറെക്കുറെ അവിടെ എത്തിയിട്ട് തുടങ്ങാനായിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ കൃഷ്ണവർഷം 5127 നടക്കുന്ന മഹാശോഭായാത്ര മലപ്പുറത്ത് ആരംഭിച്ചു കഴിഞ്ഞു. മലപ്പുറവും ഒരു അമ്പാടിയാക്കി മാറ്റിക്കൊണ്ട് കേരളം അങ്ങോളം ഇങ്ങോളം ഇതേ സമയത്ത് ഘോഷയാത്രകൾ അരങ്ങേറുന്നു. പങ്കാളികളാവുക, ഘോഷയാത്രയെ അനുമോദിക്കുക. ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ ആഘോഷം, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം 2025 ഭക്തിനിർഭരമായി നടത്തുന്ന ഘോഷയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ട് പിന്നിലായി കടന്നു വരുന്നത്. ആശീർവദിക്കുക, അനുമോദിക്കുക. സ്വന്തം നാടിന്റെ സംസ്കാരത്തിൽ അഭിമാനിക്കുന്ന ജനതയാണ് ആ നാടിനെ മുന്നോട്ട് നയിക്കുന്നത്. വേദങ്ങൾ, ഉപനിഷത്ത് പഠനങ്ങൾ, ഭഗവത്ഗീത, വന്ദേ മാതരം, രാമായണ ഭാഗവത പാരായണം, ജ്ഞാനപ്പാന, നിത്യാനുഷ്ഠാന കർമ്മങ്ങൾ, ക്ഷേത്രാചാരങ്ങൾ എന്നിവ കുട്ടികളിൽ വളർത്തുന്ന പ്രസ്ഥാനമാണ് ബാലയോഗം. ഈ വാഹനത്തിന് തൊട്ട് പിന്നിലായി കടന്നു വരുന്നു. അനുമോദിക്കുക, ആശീർവദിക്കുക. അന്തർദേശീയ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കായുള്ള GNRC ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് റിലീജിയൻസ് എന്ന സംഘടനയിൽ അംഗത്വം ലഭിച്ച ഇന്ത്യയിലെ ഏക കുട്ടികളുടെ പ്രസ്ഥാനമാണ് ബാലയോഗം. ആ ബാലയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഘോഷയാത്ര ഇതാ കടന്നു വരുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
അപ്പോൾ ഈ വർണ്ണവിപുലമായ ഘോഷയാത്ര ഇവിടെ വെച്ച് തീരുകയാണ്.